ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ടോപ്പിക്കാണ് കോസസ് ഓഫ് ഓവർ വോൾട്ടേജസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഓവർ വോൾട്ടേജസും അതേപോലെ വോൾട്ടേജ് സർജൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് കോസസ് ഓഫ് ഓവർ വോൾട്ടേജസ്. അപ്പോൾ ഓവർ വോൾട്ടേജിന് പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന് ഇൻറ്റേർണൽ കോസും രണ്ട് എക്സ്റ്റേണൽ കോസസും. ഇൻറ്റേർണൽ കോസ് എന്ന് പറഞ്ഞാൽ സർക്യൂട്ടിനകത്ത് അല്ലെങ്കിൽ സിസ്റ്റത്തിനകത്ത് ഉണ്ടാകുന്ന എന്തെങ്കിലും കാരണം കൊണ്ട് ഓവർ വോൾട്ടേജ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഇൻറ്റേർണൽ കോസസ് എന്ന് പറഞ്ഞു. അതിന് എക്സാമ്പിളാണ് സ്വിച്ചിങ് സർജസ്, ഇൻസുലേഷൻ ഫെയിലിയർ, ആർക്കിംഗ് ഗ്രൗണ്ട്, റെസൊണൻസ്. ഇപ്പോൾ സ്വിച്ചിങ് സർജസ്, നമ്മൾ സർജസ് എന്താണെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകും. സ്വിച്ചിങ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന സർജുകളാണ് സ്വിച്ചിങ് സർജസ്. അങ്ങനെ സ്വിച്ചിങ് സർജസ് കാരണം ഓവർ വോൾട്ടേജ് ഉണ്ടാകാം. രണ്ടാമതാണ് ഇൻസുലേഷൻ ഫെയിലിയർ. ഇൻസുലേഷൻ ഫെയിലിയർ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഓവർ വോൾട്ടേജ് വരാം. അതേപോലെ ആർക്കിംഗ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ന്യൂട്രലിനെ പ്രോപ്പറായിട്ട് എർത്ത് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഓവർ വോൾട്ടേജ് വരാനുള്ള സാധ്യതയുണ്ട്. നാലാമത്താണ് റെസൊണൻസ് വന്നു കഴിഞ്ഞാൽ, സർക്യൂട്ടിനകത്ത് റെസൊണൻസ് വന്നു കഴിഞ്ഞാൽ, എന്താണ് റെസൊണൻസ് എന്നുള്ളത് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകും. റെസൊണൻസ് വന്നു കഴിഞ്ഞാൽ അവിടെ കറണ്ട് കൂടിക്കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് വോൾട്ടേജ് അവിടെ കൂടിയിട്ടുണ്ടാകും. ഇത്രയും കാര്യങ്ങളാണ് ഇൻറ്റേർണൽ കോസസ്, ഓവർ വോൾട്ടേജിനുള്ള ഇൻറ്റേർണൽ കോസസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി രണ്ടാമതാണ് എക്സ്റ്റേണൽ കോസസ് എന്ന് പറഞ്ഞാൽ ലൈറ്റനിങ്. പുറത്തുനിന്നുള്ള എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മുടെ സിസ്റ്റത്തിലുള്ള വോൾട്ടേജ് കൂടുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് എക്സ്റ്റേണൽ കോസസ്. അതിന് എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ലൈറ്റനിങ്. ഇപ്പോൾ ലൈറ്റനിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ലൈറ്റനിങ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ വോൾട്ടേജ്, വലിയൊരു വോൾട്ടേജ് എന്ത് ചെയ്യും, സിസ്റ്റത്തിൻ്റെ നോർമൽ വാല്യൂവിനേക്കാളും കൂടും. അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ സർക്യൂട്ടിനകത്തുള്ള ഡിവൈസുകളൊക്കെ ഡാമേജ് ആയി പോകാനുള്ള സാധ്യത ഉണ്ട്. നോർമലി ഒരു ഇൻറ്റേർണൽ കോസസ് എന്ന് പറഞ്ഞാൽ ലാർജ് മാഗ്നിറ്റ്യൂഡുള്ള സർജസ് പ്രൊഡ്യൂസ് ചെയ്യാറില്ല. അത് സാധാരണ ഉണ്ടാകാറെന്ന് പറഞ്ഞാൽ നമ്മൾ സിസ്റ്റം വോൾട്ടേജിന് ഏകദേശം അതിൻ്റെ 2x, നോർമൽ വാല്യൂവിനേക്കാൾ 2x 2 മടങ്ങൊക്കെ എന്ത് ചെയ്യുള്ളൂ, ഈ ഇൻറ്റേർണൽ കോസ് കൊണ്ട് കൂടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻറ്റേർണൽ കോസ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ കോസിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് വലിയ പ്രശ്നമില്ല. ആ ഇൻറ്റേർണൽ കോസിന് നമുക്ക് എങ്ങനെ ചെയ്താൽ മതി, പ്രോപ്പർ ഇൻസുലേഷനുകളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻറ്റേർണൽ കോസിനെ നമുക്ക് ടേക്കൻ കെയർ ചെയ്യാൻ പറ്റും. എന്നാൽ ഈ എക്സ്റ്റേണൽ സർജസ്, ലൈറ്റനിങ് പോലുള്ള എക്സ്റ്റേണൽ സർജസ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ടുള്ള ഡാമേജ് നമ്മുടെ സിസ്റ്റത്തിന് ഉണ്ടാക്കും. അതെന്ന് പറഞ്ഞാൽ നമ്മൾ സിസ്റ്റം വോൾട്ടേജിനെ നോർമൽ വാല്യൂവിനേക്കാളും സെവറൽ ടൈംസ്, ഒരുപാട് മടങ്ങ് എന്ത് ചെയ്യും, അത് ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ സിസ്റ്റത്തിൽ കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഡിവൈസുകൾക്കും അത് ഡാമേജ് ആയിട്ട് പോകും. അതുകൊണ്ട് തന്നെ പ്രോപ്പർ പ്രൊട്ടക്ഷൻ നമ്മൾ ഈ എക്സ്റ്റേണൽ കോസുകൾക്ക് അല്ലെങ്കിൽ ലൈറ്റിങ്ങിന് നമ്മൾ എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പവർ സിസ്റ്റത്തിൽ നമ്മൾ പ്രൊട്ടക്റ്റീവ് ഡിവൈസസ് കൊടുക്കുന്നത് ശരിക്ക് എന്തിനു വേണ്ടിയിട്ട് തന്നെയാണ്, ഈ ലൈറ്റനിങ് സർജസുകളെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇൻറ്റേർണൽ കോസസിനേക്കാളും കൂടുതൽ എക്സ്റ്റേണൽ കോസസിലുണ്ടാകുന്ന എക്സ്റ്റേണൽ കോസസ് കാരണം ഉണ്ടാകുന്ന ഓവർ വോൾട്ടേജിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ പവർ സിസ്റ്റത്തിലെ പ്രൊട്ടക്റ്റീവ് ഡിവൈസുകളൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇതാണ് കോസസ് ഓഫ് ഓവർ വോൾട്ടേജസ് നമുക്ക് പറയാനുള്ളത്. ജസ്റ്റ് നോട്ട് നോക്കാം. ഒന്നാമത്തെ ഇൻറ്റേർണൽ കോസസ്, സ്വിച്ചിങ് സർജസ്, ഇൻസുലേഷൻ ഫെയിലിയർ, ആർക്കിംഗ് ഗ്രൗണ്ട്, റെസൊണൻസ് നമ്മൾ പറഞ്ഞു. രണ്ടാമതാണ് എക്സ്റ്റേണൽ കോസസിൽ വരുന്നതാണ് ലൈറ്റനിങ്. ഇൻറ്റേർണൽ കോസസ് ഡു നോട്ട് പ്രൊഡ്യൂസ് സർജസ് ഓഫ് ലാർജ് മാഗ്നിറ്റ്യൂഡ്. നമ്മൾ പറഞ്ഞു ഇൻറ്റേർണൽ കോസസ് എന്ത് ചെയ്യാറില്ല, പിന്നെ ലാർജ് മാഗ്നിറ്റ്യൂഡുള്ള സർജസ് ഉണ്ടാക്കാറില്ല. എക്സ്പീരിയൻസ് ഷോസ് ദാറ്റ് സർജസ് ഡ്യൂ ടു ഇൻറ്റേർണൽ കോസസ് ഇൻക്രീസ് ദ സിസ്റ്റം വോൾട്ടേജ് ടു 2x ഓഫ് ദ നോർമൽ വാല്യൂ. നമ്മൾക്ക് എക്സ്പീരിയൻസിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇൻറ്റേർണൽ കോസ് ഉണ്ടാക്കുന്ന സർജസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റം വോൾട്ടേജിനെ നോർമൽ വാല്യൂവിനേക്കാളും 2 മടങ്ങ് മാത്രമേ കൂട്ടാറുള്ളൂ. Generally, surges due to internal causes are taken care of by providing proper insulation to the equipment in power system. നമുക്ക് ഇൻറ്റേർണൽ കോസ് മുഖേന ഉണ്ടാകുന്ന സർജസിന് നമുക്ക് പ്രോപ്പർ ഇൻസുലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടേക്കൻ കെയർ ചെയ്യാൻ പറ്റും. However, surges due to lighting are very severe and may increase the system voltage several times the normal value. എന്നാൽ ലൈറ്റിനിങ് മുഖേന ഉണ്ടാകുന്ന സർജ് എന്ന് പറഞ്ഞാൽ വളരെ സിവിയർ ആണ്. അതെന്ത് ചെയ്യും, സിസ്റ്റം വോൾട്ടേജിൻ്റെ നോർമൽ വാല്യൂവിനേക്കാൾ ഒരുപാട് മടങ്ങ് സെവറൽ ടൈംസ് കൂട്ടും. If the equipment in the power system is not protected against lighting surges, these surges may cause considerable damage. നമ്മൾ പവർ സിസ്റ്റത്തിൽ ഈ ലൈറ്റിനിങ് സർജസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള എക്യുപ്മെൻറ്റ്സ് നമ്മൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സർജസ് എന്ത് ചെയ്യും, നമ്മുടെ സർക്യൂട്ടിൽ കൺസിഡറബിൾ ആയിട്ടുള്ള ഡാമേജ് ഉണ്ടാക്കും. ഇൻ എ പവർ സിസ്റ്റം ദ പ്രൊട്ടക്റ്റീവ് ഡിവൈസസ് പ്രൊവൈഡഡ് അഗെയിൻസ്റ്റ് ഓവർ വോൾട്ടേജസ് മെയിൻലി ടേക്ക് കെയർ ഓഫ് ലൈറ്റിംഗ് സിസ്റ്റം സർജസ്. നമ്മൾ പവർ സിസ്റ്റത്തിൽ ഈ ഓവർ വോൾട്ടേജിന് അഗെയിൻസ്റ്റായി കൊടുക്കുന്ന പ്രൊട്ടക്റ്റീവ് ഡിവൈസ് മെയിൻലി എന്തിനു വേണ്ടിയിട്ടാണ്, ലൈറ്റിനിങ് സർജസുകളെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് കോസസ് ഓഫ് ഓവർ വോൾട്ടേജിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ. നെക്സ്റ്റ് നോക്കാം, ലൈറ്റനിങ്. അപ്പോൾ ലൈറ്റനിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മിന്നൽ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ലൈറ്റനിങ് എന്ന് പറഞ്ഞാൽ
അതിൻ്റെ ഡെഫിനേഷൻ പറയുന്നത് എങ്ങനെയാണ്? ആൻ ഇലക്ട്രിക് ഡിസ്ചാർജ് ബിറ്റ്വീൻ ക്ലൗഡ് ആൻഡ് എർത്ത്, ബിറ്റ്വീൻ ക്ലൗഡ്സ് ഓർ ബിറ്റ്വീൻ ദ ചാർജ് സെൻറ്റേഴ്സ് ഓഫ് സെയിം ക്ലൗഡ് ഈസ് നോൺ ആസ് ലൈറ്റിംഗ്. ഇപ്പോൾ ലൈറ്റ്നിങ് എന്ന് പറഞ്ഞാൽ ക്ലൗഡുകളോ എർത്തോ തമ്മിൽ, ഒരു ക്ലൗഡോ എർത്തോ തമ്മിലുള്ള ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് ആണ്, അല്ലെങ്കിൽ ക്ലൗഡുകൾ തമ്മിലുള്ള ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് ആണ്, അല്ലെങ്കിൽ ക്ലൗഡുകളെ ചാർജ് സെൻറ്റേഴ്സ് തമ്മിലുള്ള ഇലക്ട്രിക്കൽ ഡിസ്ചാർജിനെ പറയുന്ന പേരാണ് ലൈറ്റിംഗ്. ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ക്ലൗഡോ എർത്തോ അല്ലെങ്കിൽ ക്ലൗഡ് സെൻറ്റേഴ്സും തമ്മിലുള്ള ഇലക്ട്രിക്കൽ ഡിസ്ചാർജിനെ പറയുന്ന പേരാണ് ലൈറ്റ്നിങ് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം ലൈറ്റ്നിങ് ഉണ്ടാകുന്നതിന് മുമ്പായിട്ട് നമുക്കറിയുന്ന ഒരു കാര്യമാണ്, സാധാരണ നമ്മൾ ഈ വേനൽക്കാലം കാണുന്ന സമയത്ത് അല്ലെങ്കിൽ വെയിൽ വരുന്ന സമയത്ത് നമ്മളെ വെള്ളത്തിൻ്റെ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് എന്ത് ചെയ്യും, വാപ്പറൈസ് ചെയ്ത് മുകളിലോട്ട് പോകും. അങ്ങനെ വാട്ടർ വേപ്പറൈസ് ചെയ്ത് മുകളിൽ പോയിട്ട് ഇങ്ങനെ ഡ്രോപ്ലെറ്റ് ആയിട്ട് അവിടെ നിൽക്കും, അല്ലെങ്കിൽ ക്ലൗഡുകളായിട്ട് നിൽക്കും. അപ്പോൾ നോർമലി ക്ലൗഡിന് ചാർജ് ഉണ്ടാവില്ല. അങ്ങനെ ക്ലൗഡിന് ചാർജ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഈ ക്ലൗഡ് അതിന് ചുറ്റുള്ള ഈ പൊടിപടലങ്ങളുമായിട്ട് ഡസ്റ്റ് പാർട്ടിക്കിൾസുമായിട്ട് എന്ത് ചെയ്യും, അതിന് കോണ്ടാക്റ്റ് വരും. അങ്ങനെ അതിൽ കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് റബ്ബ് ചെയ്ത് വരുന്ന ഈ ക്ലൗഡുമായിട്ട് ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് റബ്ബ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ പ്രകാരം ഈ ക്ലൗഡുകൾക്ക് എന്ത് ചെയ്യും, ഒരു ചാർജ് കിട്ടും. അപ്പോൾ ചില ക്ലൗഡുകൾക്ക് പോസിറ്റീവ് ചാർജ് കിട്ടും അങ്ങനെ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രകാരം, എന്നാൽ ചില ക്ലൗഡുകൾക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ പ്രകാരം നെഗറ്റീവ് ചാർജ് ആയിരിക്കും കിട്ടുന്നുണ്ടാവും. അങ്ങനെ പോസിറ്റീവ് ചാർജും കിട്ടും, അതേപോലെ നെഗറ്റീവ് ചാർജും കിട്ടും. അങ്ങനെ ഇത് പോസിറ്റീവായിട്ട് നിൽക്കും, അതേപോലെ നെഗറ്റീവായിട്ട് നിൽക്കും. അങ്ങനെ ഇതിൻ്റെ നമ്മളെ സ്കെയിൽ അല്ലേ, നമ്മളെ അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ എന്തായിരിക്കും, ഇത് പോസിറ്റീവായിട്ടും അതേപോലെ നെഗറ്റീവായിട്ടും നിൽക്കുമായിരിക്കും. ഇപ്പോൾ നോർമൽ സമയത്ത് മഴക്കാലങ്ങളിലല്ലാത്ത സമയങ്ങളിൽ ഇപ്പോൾ ഈ രണ്ട് ഇലക്ട്രിക് ക്ലൗഡുകൾക്ക്, ഒരു പോസിറ്റീവ് ചാർജുള്ള ക്ലൗഡുണ്ട്, ഒരു നെഗറ്റീവ് ചാർജുള്ള ക്ലൗഡുണ്ട്. ആ പോസിറ്റീവ് ചാർജുള്ള ക്ലൗഡിനും നെഗറ്റീവ് ചാർജുള്ള ക്ലൗഡിനും തമ്മിൽ ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് സംഭവിക്കാൻ കഴിയില്ല. കാരണം അതിനിടയിലുള്ള റെസിസ്റ്റൻസ് എന്തായിരിക്കും, ഈ ഒരു അറ്റ്മോസ്ഫിയറിലുള്ള അതിൻ്റെ ഇടയിലുള്ള റെസിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കും. പക്ഷെ മഴക്കാലമൊക്കെ വരുന്ന സമയത്ത് ജലാംശം വന്നു കഴിഞ്ഞാൽ ആ റെസിസ്റ്റൻസ് എന്തെയും കുറയും. അപ്പോൾ ഈ രണ്ട് ക്ലൗഡുകൾക്ക് തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ഡിസ്ചാർജ്, പോസിറ്റീവ് ചാർജുള്ള ക്ലൗഡും നെഗറ്റീവ് ചാർജുള്ള ക്ലൗഡുകൾക്കും തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്ചാർജ് സംഭവിപ്പിക്കാൻ പറ്റും. അതുകൊണ്ടാണ് മഴക്കാലങ്ങളിൽ മാത്രം നമുക്ക് ലൈറ്റ്നിങ് ഉണ്ടാകാനുള്ള കാരണം. ശരിക്ക് ഇങ്ങനെ ചാർജുള്ള ലൈറ്റ്നിങ്ങുകൾ തമ്മിലുള്ള ഡിസ്ചാർജാണ് ലൈറ്റ്നിങ് എന്ന് പറഞ്ഞാൽ, ചാർജുള്ള ക്ലൗഡ്സ് തമ്മിലുള്ള ഡിസ്ചാർജാണ് ലൈറ്റ്നിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ക്ലൗഡും നമ്മൾ ഡിസ്ചാർജ് ചെയ്യും, അല്ലെങ്കിൽ ആ പോസിറ്റീവ് ചാർജുള്ള ക്ലൗഡ് നമ്മളെ എർത്തുമായിട്ട് എന്ത് ചെയ്യാം, ഡിസ്ചാർജ് ചെയ്യാം. അങ്ങനെ ക്ലൗഡുമായിട്ടോ ക്ലൗഡ് എർത്തുമായിട്ടോ അല്ലെങ്കിൽ ഒരു ക്ലൗഡിനുള്ളിലുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള ചാർജ് സെൻറ്റേഴ്സ് തമ്മിലോ എന്ത് ചെയ്യാം, അവിടെ ഡിസ്ചാർജ് സംഭവിക്കാം. ഇതാണ് ലൈറ്റ്നിങ് എന്ന് പറഞ്ഞാൽ. ലൈറ്റ്നിങ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഹ്യൂജ് സ്പാർക്കാണ്. അത് ഹൈ പൊട്ടൻഷ്യലുള്ള പോസിറ്റീവ് നെഗറ്റീവും തമ്മിൽ എന്ത് ചെയ്യും, അവിടെ ഡിസ്ചാർജ് സംഭവിക്കുമ്പോൾ ഈ ശരിക്കും ഇതിനിടയിൽ എന്തുണ്ടാവും, ക്ലൗഡുകൾക്കിടയിൽ ഒരു ഡൈലക്ട്രിക് സ്ട്രെങ്ത് ഉണ്ടാവും. ആ ഡൈലക്ട്രിക് സ്ട്രെങ്ത്തിനെ ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, ഡിസ്ചാർജ് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ലൈറ്റ്നിങ് കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി ടൈപ്സ് ഓഫ് ലൈറ്റിംഗ് സ്ട്രോക്സിൽ രണ്ട് ലൈറ്റ്നിങ് ഉണ്ട്. ഒന്ന് ഡയറക്റ്റ് സ്ട്രോക്കും ഉണ്ട്, രണ്ട് ഇൻഡയറക്റ്റ് സ്ട്രോക്കും ഉണ്ട്. എന്താണ് ഡയറക്റ്റ് സ്ട്രോക്ക് നോക്കാം, അതേപോലെ ഇൻഡയറക്റ്റ് സ്ട്രോക്ക് നോക്കാം. ആദ്യം ഡയറക്റ്റ് സ്ട്രോക്ക് നോക്കാം. ഡയറക്റ്റ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന ലൈറ്റ്നിങ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കറണ്ടിൻ്റെ പാത്ത് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റായിട്ട് ക്ലൗഡിൽ നിന്ന് നമ്മളെ എക്യുപ്മെൻറ്റിലോട്ടായിരിക്കും. എക്യുപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ ഓവർഹെഡ് ലൈനിലാണ് സാധാരണ നമ്മളെ ലൈറ്റ്നിങ് ഡിസ്ചാർജ് സംഭവിക്കാറുള്ളത്. അപ്പോൾ ഡയറക്റ്റ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ക്ലൗഡും അതേപോലെ നമ്മളെ എക്യുപ്മെൻറ്റും നമ്മൾ ഡയറക്റ്റ് ഡിസ്ചാർജ് എടുക്കുക, അല്ലാതെ കറണ്ടിൻ്റെ പാത്ത് ഡയറക്റ്റായിട്ട് വരിക. ഇതിനെ പറയുന്ന പേരാണ് ഡയറക്റ്റ് സ്ട്രോക്ക് എന്ന് പറയും. അപ്പോൾ നമ്മൾ ക്ലൗഡിൽ നിന്ന് നമ്മൾ ഓവർഹെഡ് ലൈനിലോട്ട് എന്ത് ചെയ്യാണ്, ഒരു ഡിസ്ചാർജ് സംഭവിച്ചു, അതായത് ഒരു ഇലക്ട്രിക്കൽ കറണ്ട് അതിലോട്ട് ഫ്ലോ ചെയ്തു. ഇതാണ് ശരിക്കും ഡയറക്റ്റ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ. ഡയറക്റ്റായിട്ട് ക്ലൗഡും നമ്മളെ എക്യുപ്മെൻറ്റും തമ്മിൽ എന്ത് ചെയ്യുക, ഡിസ്ചാർജ് സംഭവിക്കാം. അപ്പോൾ അങ്ങനെ ഓവർഹെഡ് ലൈനിലോട്ട് ഒരു ഡിസ്ചാർജ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുമല്ലോ. അപ്പോൾ ആ കറണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈനിലൂടെ പാസ് ചെയ്ത് ഇൻസുലേറ്ററിലൂടെ പാസ് ചെയ്ത് എന്ത് ചെയ്യും, നേരെ ഗ്രൗണ്ടിലോട്ട് എന്ത് ചെയ്യും, ഗ്രൗണ്ടിലോട്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ ഇൻസുലേറ്ററിലൂടെ പാസ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ശരിക്കും ഇത്രയും വലിയൊരു ഓവർ വോൾട്ടേജ് അവിടെ വരുന്ന സമയത്ത് ഈ ഇൻസുലേറ്റർ എന്ത് ചെയ്യുന്നുണ്ടാകും, ഫ്ലാഷ് ഓവർ സംഭവിച്ചിട്ട് പോയിട്ടുണ്ടാകും.
അപ്പോൾ അങ്ങനെ ആ കറണ്ടിന് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ഇൻസുലേറ്ററിലൂടെ കടന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രൗണ്ടിലോട്ട് ഫ്ലോ ചെയ്യിക്കാൻ പറ്റും. ഇപ്പോൾ ഡയറക്റ്റ് സ്ട്രോക്ക് 2 തരത്തിലുണ്ട്. ഒന്ന് സ്ട്രോക്ക് എ ഉണ്ട്, അതേപോലെ സ്ട്രോക്ക് ബി ഉണ്ട്. അപ്പോൾ ആദ്യം സ്ട്രോക്ക് എ നോക്കാം. സ്ട്രോക്ക് എ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡയറക്റ്റ് സ്ട്രോക്കിൽ ഈ സ്ട്രോക്ക് എ എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു ഫിഗർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇവിടെ ഒരു ക്ലൗഡ് ഉണ്ട്. ക്ലൗഡിൻ്റെ ചാർജ് എന്താണ്, പോസിറ്റീവാണ്. അപ്പോൾ ക്ലൗഡിൻ്റെ ചാർജ് പോസിറ്റീവ് ആകുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത്, ഈ ഒരു ക്ലൗഡ് നിൽക്കുന്ന ഇതിന് നേരെ താഴെ ഭാഗത്ത് ഒരു ഓപ്പോസിറ്റ് സൈൻ എന്ത് ചെയ്യും, ഇത് ഇൻഡ്യൂസ് ചെയ്യും. ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ പ്രകാരം ഈ ക്ലൗഡ് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഈ ലൈന് എന്ത് ചെയ്യും, ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യും, അവിടെ ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ അവിടെ ഇങ്ങനെ നെഗറ്റീവ് ചാർജ് വരും. അപ്പോൾ ഇതിനെന്ത് ചെയ്യും, പിന്നെ ഈ ക്ലൗഡിൻ്റെ ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ ഈ ലൈനിൽ അതിൻ്റെ നേരെ താഴെയുള്ള ഭാഗത്ത്, താഴെ ഭാഗത്ത് ഈ ക്ലൗഡിൻ്റെ നേരെ താഴെ ഭാഗത്ത് ഒരു ഓപ്പോസിറ്റ് സൈൻ എന്ത് ചെയ്യും, അവിടെ ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ അവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് ചെയ്തു. ക്ലൗഡിൻ്റെ ചാർജ് നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും, ഒരു പോസിറ്റീവ് സൈൻ എന്ത് ചെയ്യും, ഇൻഡിക്കേറ്റ് ചെയ്യും. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, ഈ പോസിറ്റീവ് ചാർജുള്ള ആളും ഇവിടെയുള്ള ഈ നെഗറ്റീവ് ചാർജ് തമ്മിലുള്ള ആളും തമ്മിൽ എന്ത് ചെയ്യും, ഈ ഇതിനടിയിലുള്ള ഈ ഡയലക്ട്രിക് സ്ട്രെങ്ത്തിനെ ബ്രേക്ക് ഡൗൺ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, ഡിസ്ചാർജ് സംഭവിക്കും. അത്തരത്തിലുള്ള സ്ട്രോക്കിനെ പറയുന്ന പേര്, അല്ലെങ്കിൽ ലൈറ്റ്നിങ്ങിനെ പറയുന്ന പേരാണ് സ്ട്രോക്ക് എ എന്ന് പറയും. സ്ട്രോക്ക് എ എന്ന് പറഞ്ഞാൽ, അപ്പോൾ സ്ട്രോക്ക് എ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു ക്ലൗഡ് ഉണ്ട്, ക്ലൗഡിൻ്റെ ചാർജ് പോസിറ്റീവാണ്. അപ്പോൾ ആ പോസിറ്റീവായിട്ട് ഇവിടെ നിൽക്കുന്ന സമയത്ത് ഈ ഒരു ക്ലൗഡിൻ്റെ നേർ താഴെയുള്ള ഭാഗമുള്ള ഇലക്ട്രിക് ലൈന് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ പ്രകാരം ഒരു നെഗറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യും. അങ്ങനെ നെഗറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനടിയിലുള്ള എയറിൻ്റെ സ്ട്രെങ്ത്ത് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട്, എയറിൻ്റെ ഡയലക്ട്രിക് സ്ട്രെങ്ത്ത് ബ്രേക്ക് ഡൗൺ ചെയ്തുകൊണ്ട് അവിടെ എന്ത് ചെയ്യും, ലൈറ്റിന് ഡിസ്ചാർജ് സംഭവിക്കും. ഇതിനെ പറയുന്ന പേരാണ് സ്ട്രോക്ക് എ എന്ന് നമ്മൾ പറഞ്ഞു. ഇനി സ്ട്രോക്ക് ബി നോക്കാം. സ്ട്രോക്ക് ബി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ഫിഗറിൽ ഇവിടെ പി ക്യു ആർ എന്നുള്ള 3 ക്ലൗഡ് ഉണ്ട്. പി ക്യു ആർ എന്നുള്ള 3 ക്ലൗഡ് ഉണ്ട്. അപ്പോൾ പീൻ്റെ ചാർജ് പോസിറ്റീവാണ്, ക്യൂവിൻ്റെ ചാർജ് നെഗറ്റീവാണ്, ആറിൻ്റെ ചാർജ് പോസിറ്റീവാണ്. ഇങ്ങനെ 3ആയിട്ട് നിൽക്കണം. അപ്പോൾ ഈ പോസിറ്റീവും ഇതിന് അട്രാക്ട് ചെയ്ത് നിൽക്കായിരിക്കും, ഈ പോസിറ്റീവും ഇതിന് അട്രാക്ട് ചെയ്ത് നിൽക്കായിരിക്കും. അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഒരു ഡയലക്ട്രിക് സ്ട്രെങ്ത്ത് ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യില്ല, അത് ഡിസ്ചാർജ് ചെയ്യാതെ അങ്ങനെ അവിടെ നിൽക്കും. പക്ഷേ എന്തെങ്കിലും കാരണവശാൽ ഈ പിയും ക്യൂവും തമ്മിൽ എന്ത് ചെയ്തു, ഡിസ്ചാർജ് സംഭവിച്ചു. അങ്ങനെ പിയും ക്യൂവും തമ്മിൽ ഡിസ്ചാർജ് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആര് മാത്രമായിട്ട് മാറി, ഇവിടെ ഈ ഒരു 6 മാത്രമായിട്ട് മാറി. അപ്പോൾ 6 മാത്രമായി മാറുന്ന സമയത്ത് പിന്നെ 6 മാത്രമേ ഉള്ളൂ, പോസിറ്റീവ് ചാർജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ 6 കാരണം എന്ത് ചെയ്യും, ഈ 6 ഈ ലൈനുമായിട്ട് എന്ത് ചെയ്യും, ഡിസ്ചാർജ് സംഭവിക്കും. അങ്ങനെ സംഭവിക്കുന്നതാണ് സ്ട്രോക്ക് ബി എന്ന് പറഞ്ഞാൽ. ഇതും ഡയറക്റ്റ് സ്ട്രോക്ക് തന്നെയാണ്. നേരത്തെ ഒരു ക്ലൗഡ് മാത്രമേ ഉള്ളായിരുന്നു, ഇവിടെ 3 ക്ലൗഡ് ഉണ്ട്. ഒരു വാളും പോസിറ്റീവ് ചാർജുള്ള നെഗറ്റീവ് ചാർജുമാണ്. അപ്പോൾ ഈ ശരിക്കും പോസിറ്റീവ് ചാർജ് ഇവിടെ ഡിസ്ചാർജ് ചെയ്യാതെ നിൽക്കുകയായിരിക്കും ഈ ലൈനുമായിട്ട്, കാരണം ഇവിടെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഈ പിയും ക്യൂവും തമ്മിൽ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 6 മാത്രമല്ല, പോസിറ്റീവ് ചാർജുള്ള 6 മാത്രമായിട്ട് മാറി. അപ്പോൾ അതെന്ത് ചെയ്യും, ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ പ്രകാരം ലൈൻ ഒരു ഓപ്പോസിറ്റ് ചാർജ് ഉണ്ടാക്കിയിട്ട് അവിടെ എന്ത് ചെയ്യും, ഒരു ഡിസ്ചാർജ് ഉണ്ടാകും, അല്ലെങ്കിൽ ലൈറ്റിംഗ് ഡിസ്ചാർജ് ഉണ്ടാകും. അതിനെ പറയുന്ന പേരാണ് സ്ട്രോക്ക് ബി എന്ന് നമ്മൾ പറഞ്ഞു. ജസ്റ്റ് ഇതിൻ്റെ നോട്ട് നോക്കാം. ലൈറ്റ്നിങ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഡിസ്ചാർജ് ബിറ്റ്വീൻ ക്ലൗഡ് ആൻഡ് എർത്ത് ആണ്. ബിറ്റ്വീൻ ക്ലൗഡ്സ് ഓർ ബിറ്റ്വീൻ ചാർജ് സെൻറ്റേഴ്സ് ഓഫ് സെയിം ക്ലൗഡ് ഈസ് നോൺ ആസ് ലൈറ്റ്നിങ്. ലൈറ്റ്നിങ് എന്ന് പറഞ്ഞാൽ ക്ലൗഡും എർത്തും തമ്മിലുള്ള ഡിസ്ചാർജാണ്, അല്ലെങ്കിൽ 2 ക്ലൗഡുകൾ തമ്മിലുള്ള ഡിസ്ചാർജാണ്, അല്ലെങ്കിൽ ചാർജ് സെൻറ്റേഴ്സ് ഒരേ ക്ലൗഡുകളെ ചാർജ് സെൻറ്ററുകൾ തമ്മിലുള്ള ഡിസ്ചാർജാണ് ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ. Lighting is a huge spark and take place when clouds are charged to such a high potential with respect to earth or neighboring cloud that is dielectric strength of neighboring medium or air is destroyed. ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂജ് സ്പാർക്കാണ്. എപ്പോഴും ഉണ്ടാവുക, നമ്മളെ ക്ലൗഡുകൾ അത്രയും ഒരു ഹൈ പൊട്ടൻഷ്യൽ പോസിറ്റീവിലോട്ടോ നെഗറ്റീവിലോട്ടോ ചാർജ് ചെയ്യുകയും അത് നെയ്ബറിങ് ക്ലൗഡുമായിട്ടോ അല്ലെങ്കിൽ എർത്തുമായിട്ടോ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് പിന്നെ അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെ നെയ്ബറിങ് മീഡിയത്തിൻ്റെ ഡയലക്ട്രിക് സ്ട്രെങ്ത് ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഡിസ്ട്രോയ് ചെയ്തിട്ട് അവിടെ ലൈറ്റിനിങ് ഡിസ്ചാർജ് സംഭവിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഡിസ്ചാർജ് സംഭവിക്കുമ്പോഴാണ് അവിടെ ലൈറ്റിനിങ് ഉണ്ടാകുന്നത്. ടൈപ്സ് ഓഫ് ലൈറ്റിംഗ് സ്ട്രോക്ക് ഡയറക്റ്റ് സ്ട്രോക്ക് ഉണ്ട്, അതേപോലെ ഇൻഡയറക്റ്റ് സ്ട്രോക്ക് ഉണ്ട്. ഡയറക്റ്റ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് സ്ട്രോക്ക് ദ ലൈറ്റിംഗ് ഡിസ്ചാർജസ് ഡയറക്ട്ലി ഫ്രം ദ ക്ലൗഡ് ടു സബ്ജക്റ്റ് എക്യുപ്മെൻറ്റ്. എക്സാമ്പിളായിട്ട് ഓവർ ഹെഡ് ലൈന്.
From the lane, the current path may be over the insulators down the pole to the ground. The over voltage setup that due to stroke may be large enough to flash out this path directly to the ground. ഡയറക്റ്റ് സ്റ്റോക്കിൽ ലൈറ്റിനിങ് ഡിസ്ചാർജ് അല്ലെങ്കിൽ കറണ്ടിൻ്റെ പാത്ത് എന്ന് പറഞ്ഞാൽ ക്ലൗഡിൽ നിന്ന് നമ്മളെ സബ്ജക്റ്റഡ് എക്യുപ്മെൻറ്റിലോട്ടായിരിക്കും. അത് എക്സാമ്പിൾ ആയിട്ട് എന്താകാം, ഓവർ ലൈൻ ആകാം. ഫ്രം ദ ലൈൻ ദ കറണ്ട് പാത്ത് മേ ബി ഓവർ ദ ഇൻസുലേറ്റേഴ്സ് ഡൗൺ ദ പോൾ ടു ദ ഗ്രൗണ്ട്. ഈ ലൈനിൽ നിന്ന് എന്ത് ചെയ്യും, കറണ്ട് പാത്ത് ഇൻസുലേറ്ററിലൂടെ കയറിയിട്ട് എന്ത് ചെയ്യും, ഗ്രൗണ്ടിലോട്ട് വരും. The over voltage setup due to the stroke may be large enough to flash out this path directly to the ground. ഈ ഓവർ വോൾട്ടേജ് കാരണം നമ്മൾ ഇൻസുലേറ്റർ ഫ്ലാഷ് ഓവർ ആയിട്ടുണ്ടാകും, അതുകൊണ്ടാണ് ഗ്രൗണ്ടിലോട്ട് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഇത് രണ്ട് തരത്തിലുള്ള സ്റ്റോക്ക് ഉണ്ട്. ഒന്ന് സ്റ്റോക്ക് എ ഉണ്ട്, സ്റ്റോക്ക് ബി ഉണ്ട്. സ്റ്റോക്ക് എ എന്ന് പറഞ്ഞാൽ in stroke A the lighting discharges from the cloud to the subject equipment, that is an overlay in the case of shown in figure. Stroke A lighting discharge cloud നിന്ന് നമ്മുടെ സബ്ജക്റ്റ് ചെയ്ത എക്യുപ്മെൻറ്റിലോട്ടാണ് നേരിട്ടാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കാണിച്ചിട്ടുള്ളൊരു ഓവറോൾ ലൈനാണ്. ദ ക്ലൗഡ് വിൽ ഇൻഡ്യൂസ് എ ചാർജ് ഓഫ് ഓപ്പോസിറ്റ് സൈൻസ് ഓൺ ഓൾ ടാൾ ഒബ്ജക്റ്റ്. ക്ലൗഡ് എന്ത് ചെയ്യും, എല്ലാ ടാൾ ഒബ്ജക്റ്റിലും അതിൻ്റെ ഓപ്പോസിറ്റ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജാണുള്ളത്, അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നത്, താഴെയുള്ള ഓവറോൾ ലൈനിൽ എന്ത് ചെയ്യും, ഒരു നെഗറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യും. ആൻഡ് ദ പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ ദ ക്ലൗഡ് ആൻഡ് ലൈൻ എക്സീഡ്സ് ദ ബ്രേക്ക് ഡൗൺ വാല്യൂ ഓഫ് എയർ ദ ലൈറ്റിംഗ് ഡിസ്ചാർജ് ഓഫ് കോഴ്സ് ബിറ്റ്വീൻ ദ ക്ലൗഡ് ആൻഡ് ലൈൻ. ഈ രണ്ട് ക്ലൗഡിൻ്റെയും അതേപോലെ ഈ ഒരു ലൈനിൻ്റെ ഇടയിലുള്ള ബ്രേക്ക് ഡൗൺ വാല്യൂ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ വാല്യൂവിനേക്കാളും കൂടുന്ന സമയത്ത്, എയറിൻ്റെ ബ്രേക്ക് ഡൗൺ വാല്യൂവിനേക്കാളും കൂടുന്ന സമയത്ത് ഇതിനിടയിൽ എന്ത് ചെയ്യും, ലൈറ്റിന് ഡിസ്ചാർജ് സംഭവിക്കും ക്ലൗഡും ലൈനും തമ്മിൽ. ഇതാണ് സ്റ്റോക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ. പിന്നെ സ്റ്റോക്ക് ബി പറഞ്ഞു. ഈ സ്റ്റോക്ക് ബിയിൽ ഇവിടെ 3 ഇതുണ്ടായിരുന്നു, ക്ലൗഡ് ഉണ്ടായിരുന്നു. ആ ക്ലൗഡിൽ പി ക്യു എന്നുള്ള 3 ക്ലൗഡ് ഉണ്ടായിരുന്നു. അതിൽ പിയും ക്യൂവും തമ്മിൽ ഡിസ്ചാർജ് സംഭവിച്ചപ്പോൾ 6 മാത്രമായിട്ട് മാറി. 6 കാരണം അവിടെ എന്ത് ചെയ്തു, ഓപ്പോസിറ്റ് സൈൻ ഇൻഡ്യൂസ് ചെയ്തു. അത് കാരണം അവിടെ എന്ത് ചെയ്തു, അത് തമ്മിൽ ഡിസ്ചാർജ് സംഭവിച്ചു. അതാണ് സ്റ്റോക്ക് ബി എന്ന് പറയുന്നത്. ഇത് രണ്ടും ഡയറക്റ്റ് സ്റ്റോക്കാണ്. ഇനി നെക്സ്റ്റാണ് ഇൻഡയറക്റ്റ് സ്റ്റോക്ക്. ഇൻഡയറക്റ്റ് സ്റ്റോക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇൻഡയറക്റ്റ് സ്റ്റോക്കിൽ ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞു, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജുള്ള ഒരു ക്ലൗഡ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജുള്ള ക്ലൗഡ് ഉണ്ട്. അങ്ങനെ പോസിറ്റീവ് ചാർജുള്ള ക്ലൗഡ് ഉണ്ടാകുന്ന സമയത്ത് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ പ്രകാരം ഇതിന് നേർ താഴെ എന്ത് ചെയ്യും, ഒരു നെഗറ്റീവ് ചാർജുള്ള ക്ലൗഡ്, നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യും, അവിടെ ഫോം ചെയ്യും. കാരണം ഈ ഒരു പോസിറ്റീവ് ചാർജ് കാരണം ഇവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ പ്രകാരം നെഗറ്റീവ് ചാർജ് ഫോം ചെയ്തു. അങ്ങനെ ഇവിടെ നെഗറ്റീവ് ചാർജ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ പ്രകാരം ഈ സൈഡിൽ എന്ത് ചെയ്യും, ഈ രണ്ട് സൈഡിലും ഒരു പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും, അവിടെ ഇൻഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ അവിടെ ഫോം ചെയ്യും. ഈ ഒരു നെഗറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ ശരിക്ക് ഈ ഒരു സെൻറ്റർ ഭാഗത്ത് മാത്രമേ ഉള്ളൂ. മറ്റ് 2 ഭാഗത്തും എന്താണുള്ളത്, ശരിക്ക് നമ്മളെ പോസിറ്റീവ് ചാർജാണുള്ളത്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പോസിറ്റീവ് ചാർജ് വേറെ ഏതെങ്കിലും ഒരു ക്ലൗഡുമായിട്ട് ഡിസ്ചാർജ് സംഭവിച്ച് പോയി എന്ന് കരുതാം, അല്ലെങ്കിൽ എർത്തുമായിട്ടോ ഏതെങ്കിലും ഡിസ്ചാർജ് സംഭവിച്ച് പോയി എന്ന് കരുതാം. അപ്പോൾ ഇവിടെ ഈ പോസിറ്റീവ് ചാർജ് പോയി, പിന്നെ ഇവിടെ ആര് മാത്രമേ ഉള്ളൂ, ഇവിടെ ഒരു നെഗറ്റീവ് ചാർജും ഇവിടെ കുറച്ച് പോസിറ്റീവ് ചാർജും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഈ ഒരു പെട്ടെന്ന് ഈ പോസിറ്റീവ് ചാർജ് പോകുന്നതോട് കൂടിയിട്ട് തന്നെ ഈ ഒരു നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരൊറ്റടിക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, എർത്തിലോട്ട് ഫ്ലോ ചെയ്യാൻ പറ്റില്ല. കാരണം 2 ഭാഗത്തും നെഗറ്റീവ് ചാർജ് പോസിറ്റീവ് ചാർജ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഇൻസുലേറ്ററിലൂടെ ഒറ്റയടിക്കും ഇത് എർത്തിലോട്ട് ഫ്ലോ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇതൊരു ട്രാവലിംഗ് വേവായിട്ട് 2 ഡയറക്ഷനിലോട്ട് എന്ത് ചെയ്യും, എർത്തിലോട്ട് ഫ്ലോ ചെയ്യും. അതായത് 2 ഭാഗത്തോട്ട് എന്ത് ചെയ്യും, പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് ഡിസ്ചാർജ് ചെയ്തിട്ട് ട്രാവലിംഗ് വേവായിട്ട് ഫ്ലോ ചെയ്യും, മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, നമുക്കൊരു ഇലക്ട്രിക് ഡിസ്ചാർജ് ഉണ്ടാകുമ്പോൾ അവിടെ ഒരു ലൈറ്റിനിങ് സംഭവിക്കും. അപ്പോൾ മെജോറിറ്റി നടക്കുന്ന സർജുകളും എന്ന് പറഞ്ഞാൽ ശരിക്കും തന്നെയാണ് ഇൻഡയറക്റ്റ് ലൈറ്റിനിങ് സ്ട്രോക്കാണ് സംഭവിക്കുന്നത്. ഡയറക്റ്റ് ക്ലൗഡുമായിട്ടല്ല സ്ട്രോക്കിങ് സംഭവിക്കുന്നത്. ഇവിടെ ആദ്യം ക്ലൗഡ് കാരണം ഇവിടെ ഒരു ചാർജ് ഇൻഡ്യൂസ് ചെയ്തു, പിന്നെ ആ ക്ലൗഡ് എർത്തുമായിട്ടോ വേറെ ഏതെങ്കിലും ക്ലൗഡുമായിട്ടോ ഡിസ്ചാർജ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ നെഗറ്റീവ് ചാർജ് മാത്രം, അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ചാർജ് ഇവിടെ ഉണ്ടാകും. ആ ഓപ്പോസിറ്റ് ചാർജ് ഡയറക്റ്റായിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, എർത്തിലോട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല ഇൻസുലേറ്ററിന് മുകളിലൂടെ. അതുകൊണ്ട് തന്നെ 2 ഭാഗത്തോട്ടുള്ള ഈ പോസിറ്റീവ് ചാർജ് കാരണം എന്ത് ചെയ്യും, അതെന്ത് 2 ഡയറക്ഷനിലോട്ടും ഒരു ട്രാവലിംഗ് വേവായിട്ട് എന്ത് ചെയ്യും, അത് റഷ് ചെയ്യും അല്ലെങ്കിൽ മൂവ് ചെയ്യും. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, 2 ഭാഗത്തും ഓരോ ഇലക്ട്രിക്കൽ ഡിസ്ചാർജുകൾ സംഭവിക്കും. അപ്പോൾ മെജോറിറ്റി സംഭവിക്കുന്ന ലൈറ്റിനിങ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഏതാണ്, ഇതേപോലെയുള്ള ഇൻഡയറക്റ്റ് സ്ട്രോക്ക് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, സംഭവിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ നോട്ട് നോക്കാം. ഒന്ന് ഇൻഡയറക്റ്റ് സ്ട്രോക്ക് റിസൾട്ട് ഫ്രം
ഇലക്ട്രോസ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ചാർജസ് ഓൺ ദ കണ്ടക്ടേഴ്സ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ചാർജ്ഡ് ക്ലൗഡ്സ്. ഇൻഡയറക്റ്റ് സ്റ്റോക്ക് സംഭവിക്കുന്ന ഇലക്ട്രോസ്റ്റാറ്റിക്കലി ചാർജസ് ഇൻഡ്യൂസ് ചെയ്യും കണ്ടക്ടറിൽ ഡ്യൂ ടു പ്രസൻസ് ഓഫ് ചാർജ്ഡ് ക്ലൗഡ് കാരണം അവിടെ എന്ത് ചെയ്യും, ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ പ്രകാരം ഓപ്പോസിറ്റ് ചാർജ് എന്ത് ചെയ്യും അവിടെ ഇൻഡ്യൂസ് ചെയ്യും. ദിസ് ഈസ് ഇല്ലുസ്ട്രേറ്റഡ് ഇൻ ഫിഗർ. എ പോസിറ്റീവ്ലി ചാർജ്ഡ് ക്ലൗഡ് ഈസ് എബവ് ദ ലൈൻ ഇൻഡ്യൂസസ് എ നെഗറ്റീവ് ചാർജ് ഓൺ ദ ലൈൻ ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ. ഇവിടെ ഒരു പോസിറ്റീവ് ചാർജുള്ള ക്ലൗഡ് ഉണ്ട്, അത് കാരണം ഇവിടെ എന്ത് ചെയ്തു, ഒരു നെഗറ്റീവ് ഇവിടെ പോസിറ്റീവ് ചാർജുള്ള ക്ലൗഡ് ഉണ്ട്, അത് കാരണം ഇവിടെ നെഗറ്റീവ് ചാർജുള്ള ഒരു നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്തു അവിടെ ഫോം ചെയ്തു. This negative charge, however, will be only on that portion of the line right under the cloud, and the portion of the line away from it will be positively charged. എവിടെയാണ് ക്ലൗഡ് ഉള്ളത് ആ ക്ലൗഡിന് നേർ താഴെയായിട്ട് മാത്രമായിരിക്കും നമ്മൾ ഈ നെഗറ്റീവ് ചാർജ് ഫോം ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെ അവിടെ നെഗറ്റീവ് ചാർജ് ഫോം ചെയ്യുന്ന സമയത്ത് ഈ ലൈനിൻ്റെ രണ്ട് ഓപ്പോസിറ്റ് ഭാഗത്തും എന്തുണ്ടാകും, പോസിറ്റീവ് ചാർജും ഫോം ചെയ്യും. ദ ഇൻഡ്യൂസ്ഡ് പോസിറ്റീവ് ചാർജ് ലീക്സ് സ്ലോലി ടു ദ എർത്ത് ബൈ ദ ഇൻസുലേറ്റർ. അവിടെ ഉണ്ടായിട്ടുള്ള പോസിറ്റീവ് ചാർജ് നമ്മൾ ഇൻസുലേറ്റർ മുഖേന വളരെ കുറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യും, എർത്തിലോട്ട് ലീക്ക് ചെയ്യും. വെൻ ദ ക്ലൗഡ് ഡിസ്ചാർജ് ടു ദ എർത്ത് ഓർ അനദർ ക്ലൗഡ്, ദ നെഗറ്റീവ് ചാർജസ് ഓൺ ദ വാരിയസ് ഐസൊലേറ്റഡ് കനോട്ട് ഫ്ലോ ക്വിക്ക്ലി ടു ദ എർത്ത് ഓവർ ദ ഇൻസുലേറ്റേഴ്സ്. അപ്പോൾ എന്തെങ്കിലും കാരണവശാലും നമ്മൾ അവിടെ ഓൾറെഡി ഉള്ള ക്ലൗഡ് എന്ത് ചെയ്തു, ഏതെങ്കിലും മറ്റ് ക്ലൗഡുമായിട്ടോ അല്ലെങ്കിൽ എർത്തുമായിട്ടോ ഡിസ്ചാർജ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള അപ്പോൾ ആ ഒരു പോസിറ്റീവ് ചാർജ് കാരണമുള്ള അവിടെ നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്തിട്ടുണ്ടാവും അവിടെ ഐസൊലേറ്റ് ചെയ്തിട്ട് നിൽക്കും. അതിന് ഒറ്റയടിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വളരെ പെട്ടെന്ന് എർത്തിലോട്ട് ഫ്ലോ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ പറ്റില്ല. ദ റിസൾട്ട് ഇസ് ദാറ്റ് നെഗറ്റീവ് ചാർജ് റഷസ് അലോങ് ദ ലൈൻ ഈസ് ബോത്ത് ഡയറക്ഷൻ ഇൻ ദ ഫോം ഓഫ് ട്രാവലിംഗ് വേവ്സ്. ഇത് കാരണം എന്ത് ചെയ്യും, ഇവിടെയുള്ള നെഗറ്റീവ് ചാർജ് രണ്ട് ഡയറക്ഷനിലോട്ട് എന്ത് ചെയ്യും, ഒരു ട്രാവലിംഗ് വേവ് രൂപത്തിൽ എന്ത് ചെയ്യും, റഷ് ചെയ്യും. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്ന റഷ് ചെയ്യുന്ന സമയത്ത് അവിടെ ഡിസ്ചാർജുകൾ ഉണ്ടാകും, ലൈനിങ് ഡിസ്ചാർജ് ഉണ്ടാകും. അപ്പോൾ മെജോറിറ്റി നമ്മളെ സർജുകളും സംഭവിക്കുന്നത് എന്താണ്, ശരിക്കും ഈ ഇൻഡയറക്റ്റ് ലൈറ്റിംഗ് സ്റ്റോക്ക് കൊണ്ടാണ് സംഭവിക്കുന്നത്. ഡയറക്റ്റ് സ്റ്റോക്ക് എന്തായിരിക്കും, വളരെ കുറവായിരിക്കും ഉണ്ടാവുക. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്കാണ് പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ലൈറ്റ്നിങ്. ഇപ്പോൾ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ സ്കീംസാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത്, അല്ലെങ്കിൽ ഡിവൈസുകളാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഒന്നാമതാണ് എർത്തിങ് സ്ക്രീന്, രണ്ടാമത്താണ് ഓവർ ഹെഡ് ഗ്രൗണ്ട് വയേഴ്സ്, മൂന്നാമത്താണ് ലൈറ്റിംഗ് അറസ്റ്റേഴ്സ് ഓർ സർജ് ഡൈവേർട്ടേഴ്സ്. ആദ്യം നമുക്ക് എന്താണ് എർത്തിങ് സ്ക്രീന് നോക്കാം. എർത്തിങ് സ്ക്രീനിൽ ഇത് ശരിക്കും ഒരു കോപ്പർ കണ്ടക്ടർ നെറ്റ്വർക്കാണ്. ഇതിനെ ജനറലി നമ്മൾ കോൾ ചെയ്യും ഷീൽഡ് അല്ലെങ്കിൽ സ്ക്രീന് നമ്മളിതിനെ കോൾ ചെയ്യാം. ഇത് എല്ലാ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റിൻ്റെ മുകളിലും നമ്മൾ മൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സബ്സ്റ്റേഷൻ്റെ അല്ലെങ്കിൽ പവർ സ്റ്റേഷൻ്റെ എല്ലാ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സിന് മുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാകും, ഈ ഒരു നെറ്റ്വർക്ക്, ഈ ഒരു ഷീൽഡ് അല്ലെങ്കിൽ സ്ക്രീൻ ഇങ്ങനെ മൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഈ ഷീൽഡ് അല്ലെങ്കിൽ സ്ക്രീന് അല്ലെങ്കിൽ ഈ നെറ്റ്വർക്ക് നമ്മൾ എർത്തിലോട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. മിനിമം 2 പോയിൻറ്റിൽ ലോ ഇമ്പിഡൻസ് മുഖേന നമ്മൾ എന്ത് ചെയ്യണം, എർത്ത് ചെയ്തിട്ട് വെക്കണം. അപ്പോൾ എന്തെങ്കിലും കാരണവശാലും ഡയറക്റ്റ് സ്റ്റോക്ക് ഈ ഒരു സ്റ്റേഷനിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ സ്ക്രീൻ എന്ത് ചെയ്യും, ആ ഒരു സ്റ്റോക്ക് ഈ ഒരു ലൈറ്റ്നിങ്ങിന് ലോ റെസിസ്റ്റൻസ് പാത്തിലൂടെ എർത്തിലോട്ട് പോകാനുള്ളൊരു പാത്ത് അവിടെ എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ ലൈറ്റിംഗ് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ലോ റെസിസ്റ്റൻസ് പാത്തിലൂടെ ലൈറ്റിംഗ് സർജസ് എന്ത് ചെയ്യും, എർത്തിലോട്ട് കണ്ടക്ട് ചെയ്യും. അങ്ങനെ എർത്തിലോട്ട് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് താഴെയുള്ള സ്റ്റേഷൻ എക്യുപ്മെൻറ്റ്സ് എന്ത് ചെയ്യും, ഡാമേജിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ഈ എർത്തിങ് സ്ക്രീനിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്ക് ഇത് നമ്മളെ രണ്ടാമത്തേതിൽ പറഞ്ഞിട്ടുള്ള ട്രാവലിംഗ് വേവ്സുകൾ, നമ്മൾ നേരത്തെ ഇൻഡയറക്റ്റ് സ്റ്റോക്കിൽ പറഞ്ഞിട്ടുള്ള ട്രാവലിംഗ് വേവ്സുകൾ, ഈ ഒരു ട്രാവലിംഗ് വേവ്സുകൾക്ക് എന്ത് ചെയ്യില്ല, അത് പ്രൊട്ടക്ഷൻ നമുക്കിതിന് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ട്രാവലിംഗ് വേവ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, നമ്മളെ എക്യുപ്മെൻറ്റ്സിലും അതേപോലെ സ്റ്റേഷനിലും എന്ത് ചെയ്യും, അത് എത്തിച്ചേരും. അപ്പോൾ അതാണ് ഈ ഒരു എർത്തിങ് സ്ക്രീനിൻ്റെ ലിമിറ്റേഷനായിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ജസ്റ്റ് നോട്ട് നോക്കാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ നെറ്റ്വർക്ക് ഓഫ് കോപ്പർ കണ്ടക്ടേഴ്സ് ജനറലി കാൾഡ് ഷീൽഡ് ഓഫ് സ്ക്രീൻ മൗണ്ടഡ് ഓൾ ഓവർ ദ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് ഇൻ ദ സബ്സ്റ്റേഷൻ ഓർ പവർ സ്റ്റേഷൻ. ഇതുണ്ടാക്കിയിട്ടുള്ളത് ഒരു കോപ്പർ കണ്ടക്ടർ കൊണ്ടുള്ള ഒരു നെറ്റ്വർക്കാണ്. ഇതിന് പറഞ്ഞ പേരാണ് ഷീൽഡ് ഓർ സ്ക്രീൻ എന്ന് പറയും. മൗണ്ടഡ് ഓൾ ഓവർ ദ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് ഇൻ ദ സബ്സ്റ്റേഷൻ ഓർ പവർ സ്റ്റേഷൻ. ഇത് നമ്മുടെ സബ്സ്റ്റേഷനിൽ അല്ലെങ്കിൽ പവർ സ്റ്റേഷനിലുള്ള എല്ലാ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റും മുകളിലായിട്ട് മൗണ്ടഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ദ ഷീൽഡ് ഈസ് പ്രോപ്പർലി കണക്റ്റഡ് ടു ദി എർത്ത് ഓൺ അറ്റ്ലീസ്റ്റ് 2 points ത്രൂ എ ലോ ഇമ്പിഡൻസ്. ഈ ഷീൽഡ് നമ്മളെ
എർത്തുമായിട്ട് ലോ ഇമ്പിഡൻസ് പാത്തിലൂടെ എർത്തുമായിട്ട് രണ്ട് സ്ഥലങ്ങൾ മിനിമം എർത്ത് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓൺ ദ occurrence ഓഫ് ഡയറക്റ്റ് സ്റ്റോക്ക് ഓൺ ദ സ്റ്റേഷൻ, സ്ക്രീൻ പ്രൊവൈഡ്സ് എ ലോ റെസിസ്റ്റൻസ് പാത്ത് ബൈ വിച്ച് ലൈറ്റിംഗ് ചാർജസ് ആർ കണ്ടക്ട് ടു ദ ഗ്രൗണ്ട്. എന്തെങ്കിലും ഡയറക്റ്റ് സ്റ്റോക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ സ്ക്രീൻ എന്ത് ചെയ്യും, ലൈറ്റിംഗ് ചാർജസിന് എർത്തിലോട്ട് ഫ്ലോ ചെയ്യാൻ അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്യാൻ ഒരു ലോ റെസിസ്റ്റൻസ് പാത്തോടെ പ്രൊവൈഡ് ചെയ്യും. ഇൻ ദിസ് വേ സ്റ്റേഷൻ എക്യുപ്മെൻറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് അഗേൻസ്റ്റ് ഡാമേജ്. ഈ ഒരു വേല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റേഷൻ എക്യുപ്മെൻറ്റ്സ് ഡാമേജിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. The limitation of this method is that it does not provide protection against traveling waves which may reach the equipment in the station. ഈ ഒരു സിസ്റ്റത്തിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രാവലിംഗ് വേവ്സ് മുഖേന ഉണ്ടാകുന്ന ലൈറ്റിനുകൾക്ക്, ട്രാവലിംഗ് വേവ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് പ്രൊട്ടക്ഷൻ ചെയ്യാൻ പറ്റില്ല. അതെന്ത് ചെയ്യും, നമ്മുടെ സ്റ്റേഷനിൽ റീച്ച് ചെയ്യും, അല്ലെങ്കിൽ സ്റ്റേഷൻ എക്യുപ്മെൻറ്റിൽ തടസ്സമായതുണ്ട്. ഇതാണ് എർത്തിങ് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റാണ് ഓവർ ഹെഡ് ഗ്രൗണ്ട് വയർ. ഇപ്പോൾ ഓവർ ഹെഡ് ഗ്രൗണ്ട് വയർ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ട്രാൻസ്മിഷൻ ലൈനൊക്കെ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ എല്ലാ കണ്ടക്ട് ചെയ്യുന്ന ലൈനുകളിലും മുകളിലായിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഗ്രൗണ്ട് വയർ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ലൈനിങ് ഉണ്ടാകുന്ന സമയത്ത് ആദ്യം ഈ ലൈനിലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവും, അത് ഇൻറ്ററപ്റ്റ് ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ലൈറ്റിനിങ് ഉണ്ടാകുന്ന സമയത്ത് ഈ ഏറ്റവും മുകളിലുള്ള ഗ്രൗണ്ട് വയർ എന്ത് ചെയ്യും, ആ ലൈറ്റിങ്ങിനെ ഇൻ്റർസെപ്റ്റ് ചെയ്ത് കളഞ്ഞിട്ട് അതെന്ത് ചെയ്യും, എർത്തിലോട്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ അതാണ് നമ്മൾ ശരിക്കും ഓവർ ഹെഡ് ഗ്രൗണ്ട് വയർ എന്ന് പറയാറുള്ളത്. അപ്പോൾ ഈ ഗ്രൗണ്ട് വയർ എന്ന് പറഞ്ഞാൽ എല്ലാ കണ്ടക്ടറും മുകളിലായിട്ടായിരിക്കും നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ടാവാം. ഓരോ ടവറിലും അല്ലെങ്കിൽ ഓരോ പോളിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ ഗ്രൗണ്ട് വയർ എർത്തിലോട്ട് എന്ത് ചെയ്യണം, ലോ റെസിസ്റ്റൻസ് പാത്ത് മുഖേന കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ലൈറ്റ്നിങ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഗ്രൗണ്ട് വയർ മുഖേന ഈ ലൈറ്റ്നിങ്ങിനെ എന്ത് ചെയ്യാൻ പറ്റും, ലോ റെസിസ്റ്റൻസ് പാത്തിലൂടെ എർത്തിലോട്ട് ഫ്ലോ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ലൈൻ ട്രാൻസ്മിഷൻ ലൈനിങ്സും അതിനുള്ള എക്യുപ്മെൻറ്റ്സും നമുക്ക് സേഫ്റ്റി ഉറപ്പാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ഫിഗർ ഇവിടെ കാണാൻ പറ്റും. ഇതാണ് സാധാരണ ഗ്രൗണ്ട് വയർ ഇവിടെ കാണാൻ പറ്റും. ഇതാണ് ഗ്രൗണ്ട് വയർ. താഴെ ലൈൻ കണ്ടക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ലൈറ്റിനിങ് ഉണ്ടാകുന്ന സമയത്ത് ആദ്യം എന്തായിരിക്കും, ഈ ഗ്രൗണ്ട് വയറിലായിരിക്കും വന്നിട്ടുണ്ടാവുക. ഈ ഗ്രൗണ്ട് വയർ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, എർത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ പോളിലും ടവറിലും നമ്മൾ എർത്ത് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. എന്തെങ്കിലും കാരണവശാൽ ലൈറ്റിനിങ് സംഭവിച്ചു കഴിഞ്ഞാൽ ഗ്രൗണ്ട് വയർ മുഖേന എന്ത് ചെയ്യും, അത് എർത്തിലോട്ട് ഫ്ലോ ചെയ്യും. ഇതാണ് നമ്മളെ ആപ്ലിക്കേഷനായിട്ട് നമുക്ക് പറയാനുള്ളത്. ഈ ഓവർ ഹെഡ് ഗ്രൗണ്ട് വയറിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് പറയാനുള്ളത്. ജസ്റ്റ് നോക്കാം. ദ ഗ്രൗണ്ട് വയർസ് ആർ പ്ലേസ്ഡ് അബവ് ദ ലൈൻ കണ്ടക്ടേഴ്സ് അറ്റ് സച്ച് പൊസിഷൻ ദാറ്റ് പ്രാക്ടിക്കലി ഓൾ ലൈറ്റിംഗ് സ്റ്റോക്സ് ആർ ഇൻറ്റർസെപ്റ്റഡ് ബൈ ദം. അപ്പോൾ ഗ്രൗണ്ട് വയറുകൾ നമ്മൾ സാധാരണ ലൈൻ കണ്ടക്ടറിന് മുകളിലായിട്ട് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അതെന്ത് ചെയ്യും, പ്രാക്ടിക്കലി എല്ലാ ലൈറ്റിംഗ് സ്റ്റോക്കുകളെയും ഇൻറ്റർസെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പൊസിഷൻസിലേക്ക് നമ്മൾ വെച്ചിട്ടുണ്ടാവാം. ദ ഗ്രൗണ്ട് വയർസ് ആർ ഗ്രൗണ്ടഡ് അറ്റ് ഈച്ച് ടവർ ഓർ പോൾ ത്രൂ ആസ് ലോ റെസിസ്റ്റൻസ് ആസ് പോസിബിൾ. ഗ്രൗണ്ട് വയർ എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ ഓരോ ടവറിൽ അല്ലെങ്കിൽ പോളിലും നമ്മൾ ലോ റെസിസ്റ്റൻസുമായി എന്ത് ചെയ്തിട്ടുണ്ടാവും, എർത്ത് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഡ്യൂ ടു ദയർ പ്രോപ്പർ ലൊക്കേഷൻ ദ ഗ്രൗണ്ട് വയർസ് വിൽ ടേക്ക് അപ്പ് ഓൾ ദ ലൈറ്റിംഗ് സ്റ്റോക്സ് ഇൻസ്റ്റെഡ് ഓഫ് അലവിങ് ദം ടു ലൈൻ കണ്ടക്ടേഴ്സ്. അതിൻ്റെ പ്രോപ്പർ ലൊക്കേഷൻ കാരണം ഈ ഗ്രൗണ്ട് വയർ എല്ലാ ലൈറ്റിനിങ്ങിനും എടുക്കും. അതെന്ത് ചെയ്യില്ല, ഒരിക്കലും ആ കണ്ടക്ടറിലോട്ട് ഫ്ലോ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെത്താൻ അത് അലോ ചെയ്യില്ല. വെൻ ദ ഡയറക്റ്റ് ലൈറ്റിംഗ് സ്റ്റോക്ക് ഒക്കേഴ്സ് ഓൺ ദ ട്രാൻസ്മിഷൻ ലൈൻ ഇറ്റ് വിൽ ബി ടേക്കൺ ബൈ ദ ഗ്രൗണ്ട് വയർസ്. എന്തെങ്കിലും ഡയറക്റ്റ് സ്റ്റോക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ, ട്രാൻസ്മിഷൻ ലൈനിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഈ ഗ്രൗണ്ട് വയർസ് ഏറ്റെടുത്തിട്ട് എന്ത് ചെയ്യും, ഗ്രൗണ്ടിലോട്ട് ഫ്ലോ ചെയ്യും. ദ ഹെവി ലൈറ്റിംഗ് കറണ്ട് 10 kA to 50 kA ഫ്രം ദ ഗ്രൗണ്ട് വയർ ഫ്ലോസ് ടു ദ ഗ്രൗണ്ട് ദസ് പ്രൊട്ടക്ടിങ് ദ ലൈൻ ഫ്രം ദ ഹാംഫുൾ എഫക്ട്സ് ഓഫ് ലൈറ്റിംഗ്. അപ്പോൾ വളരെ വലിയൊരു കറണ്ട് 10 kA മുതൽ 50 kA വരെയുള്ള കറണ്ടാണ് ഗ്രൗണ്ട് വയറിലൂടെ എന്ത് ചെയ്യുന്നത്, എർത്തിലോട്ട് ഫ്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ലൈനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ലൈറ്റിങ്ങിൻ്റെ ഹാംഫുൾ എഫക്റ്റ് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഓവർ ഹെഡ് ഗ്രൗണ്ട് വയറിൽ പറയാനുള്ളത്. ഓക്കെ.